കർത്താവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മള് കഴിഞ്ഞ ദിവസം നമ്മുടെ കർത്താവിന്റെ മരണത്തിന്റെ ഓർമ്മ കൊണ്ടാടി. ഇത് നമുക്കറിയാം, നമ്മുടെ കർത്താവ് തന്റെ ശിഷ്യന്മാരുമൊത്ത് അവസാനമായി ആഘോഷിച്ച ആ പെസഹ ആചരണം, അത് AD 33 ഏപ്രിലായിരുന്നു എന്ന് നമുക്കറിയാം. അന്ന് ഒരു വ്യാഴാഴ്ച ദിവസമായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. പിറ്റേ ദിവസം വെള്ളിയാഴ്ച പകല് 3 മണിക്ക് നമ്മുടെ കർത്താവ് ക്രൂശിതനാകുന്നു. പിന്നെ അവന്റെ ശവസംസ്കാര ശുശ്രൂഷകളൊക്കെ നടക്കുന്നു. പിന്നെ നമ്മള് ഞായറാഴ്ച അതിരാവിലെയാണ് ക്രിസ്തുവിന്റെ പുനരുദ്ധാനം നടക്കുന്നതായിട്ട് മനസ്സിലാക്കും. അപ്പോൾ ആഴ്ചവട്ടത്തിന് 1-ാം ദിവസം ഞായറാഴ്ച എന്നുള്ള നിലയിൽ ക്രിസ്തുവിന്റെ ഉയിർപ്പ് നടന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കി. നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്ന വിഷയം പുനരുദ്ധാന പ്രതീക്ഷകളും സന്തോഷങ്ങളും. ഇവിടെ വായിച്ചതുപോലെ ലൂക്കോസ് 24:34 കർത്താവ് വാസ്തവമായി ഉയർത്തെഴുന്നേറ്റു എന്ന് നമ്മൾ കണ്ടു. യേശുവിന്റെ പുനരുദ്ധാനത്തിന്റെ പ്രാധാന്യം ഗ്രഹിച്ചിട്ടുള്ളവർക്ക് സുവിശേഷങ്ങളിൽ നൽകിയിരിക്കുന്ന വ്യക്തമായ വിവരണത്തിന്റെ ആവശ്യകത മനസ്സിലാവും. യേശുവിന്റെ പുനരുദ്ധാനത്തിലുള്ള വിശ്വാസം ഇല്ലാതെ ഇരിക്കുന്നുവെങ്കിൽ അവന്റെ മരണത്തിന്റെ പുണ്യത്തിലും നമുക്ക് വേണ്ടിയുള്ള അവന്റെ പാപയാഗത്തിന്റെ പര്യാപ്തതയിലും നമ്മുടെ തന്നെ പുനരുദ്ധാനത്തെ സംബന്ധിച്ച് പോലും ഉറപ്പില്ലാത്തവരായിരിക്കുന്നു എന്നാണ് കരുതേണ്ടത്. 2 വാക്യങ്ങൾ നമുക്ക് നോക്കാം. പത്രോസിന്റെ 1-ാം ലേഖനം 1-ാം അധ്യായം 3-ാം വാക്യം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം. അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്താൽ തന്റെ കരുണാധിക്യ പ്രകാരം നമ്മെ ജീവനുള്ള പ്രത്യാശയ്ക്കായി. അടുത്ത വാക്യം 1 കൊരിന്ത്യർ 15:17. ക്രിസ്തു ഉയർത്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമത്രേ. നിങ്ങൾ ഇന്നും നിങ്ങളുടെ പാപങ്ങളിൽ ഇരിക്കുന്നു. പുനരുദ്ധാനത്തിന്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട് എന്ന് ഈ വാക്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. അപ്പസ്തോലന്മാരും അവന്റെ മറ്റ് ശിഷ്യന്മാരും സ്വാഭാവിക മനുഷ്യരായി. അപ്പസ്തോലന്മാർക്കും സ്വാഭാവിക മനുഷ്യർക്കും സുവിശേഷ യുഗത്തിലുടനീളം അവരുടെ സ്വാഭാവിക മനസ്സിനെ ആകർഷിക്കാൻ പോരുന്ന വ്യക്തവും വ്യതിരിക്തവുമായ വാക്കുകൾ ആവശ്യമായി. നമ്മുടെ കർത്താവിന്റെ മരണവും പുനരുദ്ധാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ശേഷം അവർ നന്നായി മനസ്സിലാക്കി. ഒരിക്കൽ നാം പരിശുദ്ധാത്മാവിനെ സ്വന്തമാക്കി കഴിഞ്ഞാൽ ദിവ്യ സത്യത്തിന്റെ
സവിശേഷതകളെ കുറിച്ച് നമുക്ക് ആഴത്തിലുള്ള ഒരു വിലമതിപ്പ്, ഒരു ബഹുമാനം നമുക്കുണ്ടാവുകയാണ്. 1 പത്രോസ് 3:18 വാക്യത്തിലേക്ക് നമ്മൾ പോകും. ക്രിസ്തുവും നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിനു നീതിമാനായി നീതി കെട്ടവർക്ക് വേണ്ടി പാപനിമിത്തം ഒരിക്കൽ കഷ്ടം അനുഭവിച്ചു. ജഡത്തിൽ മരണശിക്ഷ ഏൽക്കുകയും ആത്മാവിൽ ജീവിപ്പിക്കപ്പെടുകയും ചെയ്തു. ജഡത്തിൽ മരണശിക്ഷ ഏൽക്കുകയും ആത്മാവിൽ ജീവിപ്പിക്കപ്പെടുകയും ചെയ്തു. അതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഒരു ജഡജീവിയായി അവൻ മരിക്കുകയും ആത്മജീവിയായി ജീവിപ്പിക്കപ്പെടുകയും ചെയ്തു എന്നാണ്. അപ്പൊ അവിടെ ജഡത്തിൽ മരണശിക്ഷ ഏറ്റു, ആത്മാവിന് യാതൊരു കുഴപ്പമില്ലായിരുന്നു, അതുകൊണ്ട് അവൻ ആത്മാവിൽ ജീവിച്ചു എന്നൊക്കെ ചിന്തിച്ചു പോകുന്ന ക്രിസ്ത്യാനികളുണ്ട്, പല ആളുകളുമുണ്ട്. അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഒരു ജഡജീവിയായി അവൻ മരിച്ചുവെന്ന്, അവൻ ജീവിച്ചെഴുന്നേറ്റത് ഒരു ആത്മജീവിയായിട്ടാണ്. ആ ആശയമാണ് അവിടെയുള്ളത്. നമുക്ക് വേണ്ടി മറുവിലയാഗം അർപ്പിക്കുവാൻ നമ്മുടെ കർത്താവ് മനുഷ്യപ്രകൃതി എടുത്തു. ഒരു മനുഷ്യൻ എന്ന നിലയിൽ ആദാമിനും അവന്റെ പിൻഗാമികൾക്കും വേണ്ടി മനുഷ്യനായ ക്രിസ്തുയേശുവായി അവൻ മരിച്ചു. അവൻ ചെയ്യാൻ വന്ന വേല യേശുവിന്റെ മരണത്തില് പൂർത്തീകരിക്കുക. അവന്റെ മരണസമയത്തെ വാക്കുകൾ നമുക്ക് ഓർമ്മയുണ്ട്. നിവർത്തിയായി എന്ന് പറഞ്ഞവൻ പ്രാണനെ വിട്ടു എന്നാണ്. യോഹന്നാൻ 19:30. യേശു പുളിച്ച വീഞ്ഞു കുടിച്ച ശേഷം നിവൃത്തിയായി എന്ന് പറഞ്ഞു തല ചായ്ച്ചു ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു. യേശുവിനെ മനുഷ്യനായി ഉയർപ്പിക്കുന്നതിന് ഒരു കാരണവുമില്ല, മറിച്ച് എല്ലാ കാരണവും ഒരു മനുഷ്യൻ എന്ന നിലയിൽ അവന്റെ ശക്തിയും കഴിവുകളും അന്തസ്സിലും ബഹുമതിയിലും ചുരുങ്ങിപ്പോകുമായിരുന്നു. പിതാവിന്റെ പദ്ധതികള് അനുസരണയോടെ പൂർത്തീകരിക്കുക എന്ന മഹത്തായ വേലയുടെ ഫലമായി അവൻ ഒരു മനുഷ്യനായിട്ടാണ് ഉയർത്തെഴുന്നേൽപ്പിച്ചിരുന്നുവെങ്കിൽ വാസ്തവത്തിൽ അത് അപമാനമായി മാറുമായിരുന്നു. നമുക്കറിയാം, ക്രിസ്തു യാഗമർപ്പിക്കുന്നത് തൻ്റെ മനുഷ്യപ്രകൃതിയെയാണ്, തൻ്റെ ജഡശരീരത്തെയാണ്. പുനരുത്ഥാനത്തിൽ അത് തിരികെ ലഭിക്കുക എന്ന് പറഞ്ഞാൽ ആ ബലിവസ്തുവിനെ തിരികെ പ്രാപിച്ചു എന്ന് വരും. അതിന് നേരെ വിപരീതമായി ദൈവം യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുകയും ദൂതന്മാർക്കും വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും വിളിക്കപ്പെട്ടിരിക്കുന്ന എല്ലാ നാമങ്ങൾക്കും മേലായി അവനെ ഉയർത്തിയിരിക്കുകയും ചെയ്തിരിക്കുന്നുവെന്ന് അപ്പസ്തലൻ പ്രഖ്യാപിക്കുന്നു. ഫിലിപ്പിയർ 2:9. അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി. അങ്ങനെ നമ്മുടെ കർത്താവ് ജഡത്തിൽ കൊല്ലപ്പെട്ടു, അവൻ ഉയർന്ന പദവിയിലുള്ള ആത്മജീവിയായി ആത്മാവിൽ ഉയർക്കുകയും ജീവിപ്പിക്കപ്പെടുകയും ചെയ്തു. മർത്യതയിൽ നിന്ന് അമർത്യതയിലേക്ക് മാറ്റപ്പെട്ടു. നമുക്കറിയാം, അപ്പോസ്തലൻ പറയുന്നുണ്ട്, മാംസരക്തങ്ങൾ ദൈവരാജ്യത്തെ അവകാശമാക്കുകയില്ല. 1 കൊരിന്ത്യർ 15:50. സഹോദരന്മാരെ, മാംസരക്തങ്ങൾക്കു ദൈവരാജ്യത്തെ അവകാശമാക്കുവാൻ കഴിയുകയില്ല. ദ്രവത്വം അദ്രവത്വത്തെ അവകാശമാക്കുകയുമില്ല എന്ന് ഞാൻ പറയുന്നു.
അപ്പൊ കർത്താവിന്റെ മരണം, അവനൊരു ജഡജീവിയായിട്ടാണ് അവൻ മരിക്കുകയും ഒരു ആത്മജീവിയായി അവൻ ഉയർക്കുകയും ചെയ്യും. പ്രകൃതി മാറ്റം സംഭവിച്ചു. മനുഷ്യ പ്രകൃതിയിൽ നിന്ന് അവൻ ആത്മപ്രകൃതിയിലേക്ക് ജനിക്കുകയാണ് പുനരുത്ഥാനത്തിൽ. രണ്ട് പാഠങ്ങൾ കർത്താവ് തൻ്റെ അനുയായികളെ പഠിപ്പിച്ചിട്ടുണ്ട്. രണ്ട് വലിയ പാഠങ്ങൾ അവർക്ക് ലഭിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. ഒന്ന്, അവരുടെ ഗുരു ഇനി മേലാൽ മരിക്കുകയില്ല, അവൻ ജീവിച്ചിരിക്കുന്നു, മരിച്ചവരിൽ നിന്ന് ഉയർത്തിരിക്കുന്നു എന്നുള്ള വസ്തുത തൻ്റെ അനുയായികളെ അവൻ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. രണ്ടാമത്, അവൻ ഇനിമേൽ മനുഷ്യനായ ക്രിസ്തുയേശു അല്ല, മറിച്ച് അവൻ മാറ്റപ്പെട്ടു, മഹത്വീകരിക്കപ്പെട്ടു. അപ്പോസ്തലൻ പറയുന്നു, കർത്താവ് ഇപ്പോൾ ആത്മാവാകുന്നു. 2 കൊരിന്ത്യർ 3:17. കർത്താവ് ആത്മാവാകുന്നു. കർത്താവിന്റെ ആത്മാവ് ഉള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. അപ്പൊ ഈ രണ്ട് മഹത്തായതും പ്രധാനപ്പെട്ടതുമായ പാഠങ്ങൾ ഏതൊക്കെയാണെന്ന് ഓർക്കുന്നുണ്ടല്ലോ. കർത്താവ് ഇനി മരിക്കുകയില്ല, അവൻ ജീവിച്ചിരിക്കുന്നു, മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നുള്ള പാഠം. രണ്ടാമത്, അവൻ ഇനി മനുഷ്യനായ യേശുക്രിസ്തു അല്ല, അവൻ മാറ്റപ്പെട്ടു, പ്രകൃതി മാറ്റം ഉണ്ടായി, അവൻ മഹത്വീകരിക്കപ്പെട്ടു. അതുകൊണ്ട് ഇപ്പോൾ കർത്താവ് ആത്മാവാകുന്നു എന്ന് അപ്പസ്തലൻ പറയും. അപ്പൊ ഈ രണ്ട് മഹത്തായ പാഠങ്ങൾ അവൻ തന്റെ അനുയായികളെ പഠിപ്പിക്കുക. എന്നാൽ ഭൗമിക മനസ്സുള്ള, ജഡിക തലത്തിൽ മാത്രം ചിന്തിക്കാൻ താല്പര്യമുള്ള സ്വാഭാവിക മനുഷ്യനെ ഇതെങ്ങനെ പഠിപ്പിക്കാൻ കഴിയും? നമ്മുടെ കർത്താവ് സ്വീകരിച്ച രീതി, ആദ്യം തൻ്റെ ശരീരം ശവകുടീരത്തിൽ നിന്ന് നീക്കം ചെയ്യുന്നതിലൂടെ അവന്റെ പുനരുത്ഥാനത്തിന്റെ വസ്തുത അവരുടെ സ്വാഭാവിക ബോധത്തിൽ നിന്ന് വ്യതിരിക്തമാക്കുക എന്നുള്ളതായി. അവർ സാധാരണ ചിന്തിച്ചിരിക്കാൻ ഇടയുള്ള നിലയിൽ നിന്ന് വ്യത്യസ്തമായി അവരെ ചിന്തിപ്പിക്കുക. അവനാണ് അവൻ തന്റെ ശരീരം ആ കല്ലറയിൽ നിന്ന് മാറ്റിയത്. രണ്ടാമത്, ദൂതന്മാര്, മാലാഖമാര് അവിടെ വരികയും അവർ കർത്താവ് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നതായി പറയുകയും ചെയ്യുന്നു. അത് ഒരു ദർശനമാണ്. അപ്പൊ നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നതായി ദൂതന്മാർ സംസാരിക്കുന്ന ഒരു ദർശനം. മൂന്നാമത്, ഉറക്കം എഴുന്നേറ്റ് പോകുമ്പോൾ, ഉറക്കം ഉണർന്ന ഒരാൾ എഴുന്നേറ്റ് പോകുമ്പോൾ അയാളുടെ വസ്ത്രങ്ങൾ, ശീലകൾ അതാത് സ്ഥാനങ്ങളിൽ തന്നെ അവശേഷിപ്പിക്കും. നമ്മള് കാണുന്നുണ്ട് കല്ലറയില് ആ വസ്ത്രങ്ങൾ അങ്ങനെ തന്നെ കിടന്നിരുന്നതായി നമ്മൾ കാണുന്നു. അപ്പൊ ഈ പാഠങ്ങൾ, മഹത്തായ രണ്ട് പാഠങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞത്, അത് പഠിപ്പിച്ച ഒരു രീതിയാണ് നമ്മളിപ്പോൾ കണ്ടത്. അപ്പൊ ഈ പാഠങ്ങൾ ഊന്നി പറയുന്നത് യേശു അവരെ തൊടാൻ അനുവദിച്ച ജഡശരീരത്തോടെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു എന്നതാണ്. അവനവരെ തന്റെ ശരീരത്തെ തൊടാൻ അനുവദിച്ചു. എന്നാൽ അവൻ ഇപ്പോൾ ഒരു മനുഷ്യനാണെന്ന ധാരണ, ഇപ്പോഴും അവനൊരു മനുഷ്യനാണെന്നുള്ള ധാരണ അവർക്കുണ്ടാകാതിരിക്കാൻ നമ്മുടെ കർത്താവ് പല രൂപത്തിൽ അവർക്ക് പ്രത്യക്ഷനായി.
ഒരിക്കലൊരു തോട്ടക്കാരനായിട്ട്, മറ്റൊരിക്കല് എമ്മാവൂസിലേക്ക് യാത്ര ചെയ്യുന്ന ഒരു അപരിചിതനായിട്ട്, മറ്റൊരിക്കല് ഗലീല കടൽ തീരത്ത് ഒരു അപരിചിതനായി, 2 പ്രാവശ്യം മാളിക മുറിയിൽ വാതിലുകൾ അടച്ചിരിക്കെ അവരുടെ നടുവിലേക്ക് അവൻ വന്നു. ഒരു ചെറിയ സംഭാഷണത്തിന് ശേഷം വാതിൽ അടച്ചിരിക്കുമ്പോൾ തന്നെ അവരുടെ കണ്ണിൽപ്പെടാതെ അവൻ മറഞ്ഞു. ഇതിലൂടെ അവനൊരു മനുഷ്യനല്ലെന്ന് തെളിയിച്ചു. ഇങ്ങനെ പല രീതിയിൽ 40 ദിവസം യേശു തൻ്റെ ശിഷ്യന്മാരോടൊപ്പം താമസിച്ചുകൊണ്ട് ഈ പാഠം അവരുടെ മനസ്സിൽ പതിപ്പിക്കുകയായി. അപ്പൊ നമ്മുടെ കർത്താവിന്റെ പുനരുത്ഥാനത്തിന്റെ മൂല്യത്തെയും അവർ മേലാൽ യഹൂദ നിയമത്തിന്റെ ന്യായപ്രമാണത്തിന്റെ കീഴിലല്ല എന്ന വസ്തുതയെയും വിലമതിച്ചുകൊണ്ട് ആദിമസഭ തങ്ങളുടെ ആരാധനാ ദിവസം 7-ാം ദിവസത്തിൽ നിന്ന് ആഴ്ചവട്ടത്തിന്റെ 1-ാം നാളിലേക്ക് ക്രമേണ മാറ്റിയതിൽ അതിശയിക്കാനൊന്നുമില്ല. ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ ദിവസവും വിശുദ്ധമാണ്. ആ ഒരു ദിവസവും അവൻ കർത്താവിന് അനിഷ്ടമായതോ തെറ്റായിട്ടുള്ളതോ ഒരു കാര്യം അവൻ ചെയ്യുന്നില്ല. കാരണം യഹൂദ ന്യായപ്രമാണം അനുസരിച്ച് 7-ാം ദിവസം ശാബതാണ്, അത് വിശുദ്ധമായി ആചരിക്കണമെന്ന് കൽപ്പനയുണ്ട്. കർത്താവിന്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കാൻ 10 കൽപ്പനകളിലൊന്നാണ്. അതിൽ നിന്ന് കർത്താവിന്റെ ജനം അവന്റെ പുനരുത്ഥാനത്തിന്റെ മൂല്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവർക്കവൻ പ്രത്യക്ഷനായ ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസങ്ങളിൽ അവരുടെ കൂടിവരവ് അവര് തീരുമാനിച്ചു. ആരാധന ദിവസമാക്കി അവർ മാറ്റി, ക്രമേണ അങ്ങനെ അവര് മാറ്റി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം. ഇനി നമ്മള് ക്രിസ്തുവിന്റെ ആ പുനരുത്ഥാന പുലരിയിലേക്ക് വരികയാണ്. പല സുവിശേഷങ്ങളിൽ നിന്നുള്ള വിവരണങ്ങള് കൂട്ടിയിണക്കി നോക്കുമ്പോൾ ഇരുട്ടായിരിക്കുമ്പോൾ തന്നെ മഗ്ദലന മറിയം ശവകുടീരത്തിൽ എത്തി. ശവകുടീരത്തിൽ എത്തുന്ന, കല്ലറയിൽ എത്തുന്ന ആദ്യത്തെ ആളായിരുന്നു മഗ്ദലന മറിയം എന്ന് നമുക്ക് കാണാൻ കഴിയും. മർക്കോസ് 16:1. ശബ്ബത്ത് കഴിഞ്ഞ ശേഷം മഗ്ദലക്കാരത്തി മറിയയും യാക്കോബിന്റെ അമ്മ മറിയയും ശലോമയും ചെന്നു അവനെ പൂശേണ്ടതിനു സുഗന്ധവർഗം വാങ്ങി. യാക്കോബിന്റെ അമ്മയും, അവരുടെ പേരും മറിയെന്ന് തന്നെയാണ്. യാക്കോബിന്റെ അമ്മ മറിയയും പിന്നെ ശലോമയും ഹെരോദാവിന്റെ കാര്യവിചാരകനായ ഊസയുടെ ഭാര്യ യോഹന്നയും മഗ്ദലന മറിയത്തെ അനുഗമിച്ചിരുന്നു. 2 വാക്യങ്ങളിൽ നമുക്കത് മനസ്സിലാക്കാം. ലൂക്കോസ് 24:10. അവർ ആരെന്നാൽ മഗ്ദലക്കാരത്തി മറിയ, യോഹന്ന, യാക്കോബിന്റെ അമ്മ മറിയ എന്നവർ തന്നെ. അപ്പൊ യോഹന്ന ഹെരോദാവിന്റെ കാര്യവിചാരകന്റെ ഭാര്യയായിരുന്നു എന്ന് ലൂക്കോസ് 8:3 പറയുന്നു. ഹെരോദാവിന്റെ കാര്യവിചാരകനായ ഊസയുടെ ഭാര്യ യോഹന്നയും ശൂശന്നയും തങ്ങളുടെ വസ്തുവക കൊണ്ട് അവർക്ക് ശുശ്രൂഷ ചെയ്തു പോന്ന മറ്റു പല സ്ത്രീകളും ഉണ്ടായിരുന്നു. നമുക്കറിയാം, ഇവിടെ പറഞ്ഞു ശബത്ത്. കാരണം ശബത്തിൽ ഒത്തിരി നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു, പല ജോലികളും ചെയ്യാൻ അനുവാദമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ കർത്താവിനെ അടക്കിയിരുന്ന സ്ഥലത്തേക്ക് അവനെ എംബാം ചെയ്യാൻ വേണ്ടി, സുഗന്ധദ്രവ്യങ്ങൾ പൂശാൻ വേണ്ടി, സുഗന്ധദ്രവ്യങ്ങളുമായി കല്ലറയിൽ പ്രവേശിക്കാൻ അതിരാവിലെ മഗ്ദലനക്കാരി മറിയ വരികയാണ്. അപ്പോൾ അവർക്കൊരു ചിന്തയുണ്ട്, ഈ കല്ലറയുടെ
മുന്നിൽ വെച്ചിരിക്കുന്ന വലിയ കല്ല് അതാര് ഉരുട്ടി മാറ്റും എന്നവർ വിചാരിച്ചുകൊണ്ടാണ് വരുന്നത്. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് വരുമ്പോഴാണ് അവരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് കല്ല് ഇതിനകം ആരോ ഉരുട്ടി മാറ്റിയിരിക്കുന്നതായി കാണുന്നത്. അങ്ങനെ അവർ ആശ്ചര്യപ്പെട്ട് നിൽക്കുമ്പോൾ മങ്ങിയ വെളിച്ചത്തില് കർത്താവിന്റെ ശരീരം അവിടെ ഇല്ല എന്ന് അവർ മനസ്സിലാക്കുകയാണ്. അപ്പൊ മറിയ യോഹന്നാനെയും പത്രോസിനെയും കണ്ടെത്തി ഈ വസ്തുത അറിയിക്കാനായിട്ട് തിടുക്കപ്പെട്ടു പോകുന്നു. അപ്പസ്തോലന്മാരോട് ഈ കാര്യമെല്ലാം പറയുന്നു. 2 അപ്പസ്തോലന്മാരും കല്ലറയിലേക്ക് ഓടി. യോഹന്നാൻ പത്രോസിന് മുമ്പായി കല്ലറയിലെത്തി. പത്രോസിനെ അപേക്ഷിച്ച് യോഹന്നാൻ ചെറുപ്പക്കാരനാണ്. പത്രോസ് അല്പം പ്രായമുള്ള ആളാണ്. അപ്പസ്തോലന്മാരുടെ കൂട്ടത്തിൽ പ്രായമുള്ള ആളാണ് പത്രോസ്. ആ സമയത്ത് മറ്റു സ്ത്രീകള് മറ്റു ശിഷ്യന്മാരോട് വിവരം അറിയിക്കാൻ പുറപ്പെട്ടു. അങ്ങനെ വിസ്മയഭരിതനായി യോഹന്നാൻ കുനിഞ്ഞ് അകത്തേക്ക് നോക്കി. അങ്ങനെ നിൽക്കുക. അപ്പോഴാണ് പത്രോസ് വരുന്നത്. പത്രോസ് എത്തിയപ്പോൾ തന്നെ കല്ലറയിലേക്ക് കയറി. യോഹന്നാൻ പിന്നാലെ ചെന്നു. മറിയ പറഞ്ഞതുപോലെ അവർ കാര്യങ്ങൾ കണ്ടു. അവർ വിഷമിച്ചും പരിഭ്രമിച്ചും പോയി. അവർ രണ്ടുപേരും വിശ്വസിച്ചിരുന്നതായി സൂചനയുണ്ടെങ്കിലും അവരതിനെ വേണ്ടവണ്ണം വിലമതിച്ചില്ല. കർത്താവിന്റെ പുനരുത്ഥാനത്തെ സംബന്ധിച്ച് അവർക്ക് വേണ്ടത്ര ബോധ്യമുണ്ടായിരുന്നില്ല. അത് യോഹന്നാൻ 20:9 നമ്മൾ വായിക്കുന്നു. അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കേണ്ടതാകുന്നു എന്നുള്ള തിരുവെഴുത്ത് അവർ അതുവരെ അറിഞ്ഞില്ല. അപ്പൊ മറിയ സങ്കടത്തോടെ കല്ലറയിലേക്ക് മടങ്ങി. അകത്ത് കടന്നവർ ആരായിരുന്നാലും അവർ നമ്മുടെ കർത്താവിന്റെ ശരീരം എവിടെയെങ്കിലും ഉപേക്ഷിച്ചു പോയിരിക്കാം എന്ന് അവൾ കരഞ്ഞുകൊണ്ട് മനസ്സിൽ പറയുകയാണ്. എന്റെ കർത്താവിന്റെ ശരീരം ആരെങ്കിലും എടുത്തുകൊണ്ട് പോയിട്ടുണ്ടാവും. അവൾ അകത്തേക്ക് നോക്കി. 2 മാലാഖമാർ അപ്പോൾ അവിടെ സന്നിഹിതരായിരുന്നു. അവർ അവളോട് നീ എന്തിന് കരയുന്നു എന്ന് ചോദിച്ചു. യോഹന്നാൻ 20:13 നോക്ക്. അവർ അവളോട് സ്ത്രീയെ നീ കരയുന്നത് എന്തെന്ന് ചോദിച്ചു. എന്റെ കർത്താവിനെ എടുത്തുകൊണ്ട് പോയി, അവനെ എവിടെ വെച്ചു എന്ന് ഞാൻ അറിയുന്നില്ല എന്ന് അവൾ അവരോട് പറഞ്ഞു. എന്നാൽ ദൂതന്മാര് മറിയയോട് ദുഃഖിക്കേണ്ട കാര്യമില്ലെന്നും അതുപോലെ തന്നെ കർത്താവ് സ്വയം അവളെ വെളിപ്പെടുത്തുന്ന ആ ഒരു സന്ദർഭത്തിന് വേണ്ടി അവരെ ഒരുക്കുകയും ചെയ്യുകയാണ്. അപ്പൊ അങ്ങനെ അവൾ നിൽക്കുമ്പോഴാണ് ഒരു ശബ്ദം അവളെ ആകർഷിക്കുന്നു. അവൾ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുന്നു. അപ്പോൾ ഒരു മനുഷ്യനെ കാണുന്നു. അയാൾ തോട്ടക്കാരനായിരിക്കുമെന്ന് അവൾ സങ്കല്പിച്ചു. അവൾ ഉടനെ തന്നെ അയാളോട് പറഞ്ഞു, യജമാനെ, നീ അവനെ എടുത്തുകൊണ്ട് പോയെങ്കിൽ അവനെ എവിടെ വെച്ചു എന്ന് പറഞ്ഞു തരിക, ഞാൻ അവനെ എടുത്തുകൊണ്ടുപോയിക്കൊള്ളാം. 20:15 യേശു അവളോട് സ്ത്രീയെ നീ കരയുന്നത് എന്ത്? ആരെ തിരയുന്നു എന്ന് ചോദിച്ചു. അവൻ തോട്ടക്കാരൻ എന്ന് നിരൂപിച്ചിട്ടു അവൾ, യജമാനനെ, നീ അവനെ എടുത്തുകൊണ്ട് പോയി എങ്കിൽ അവനെ എവിടെ വെച്ചു എന്ന് പറഞ്ഞു തരിക, ഞാൻ അവനെ എടുത്തു കൊണ്ടുപോയിക്കോളാം എന്ന് അവനോട് പറഞ്ഞു. അപ്പൊ അത് സൂചിപ്പിക്കുന്നത് എന്താണ്? അവന്റെ ശരീരം, അവന്റെ ശേഷിപ്പ് അവൾ സൂക്ഷിക്കുമെന്നാണ് അത് സൂചിപ്പിക്കുന്നത്. ഞാനത് കൊണ്ടുപോയിക്കോളാം, അല്ലെ, ഞാൻ എടുത്തുകൊണ്ട് പോയിക്കോളാം, എവിടെ വെച്ചിരിക്കുന്നു പറഞ്ഞാൽ മതി. ഇതൊക്കെ കാണിക്കുന്നത് എന്താണ്? മറിയയ്ക്ക് കർത്താവിനോടുണ്ടായിരുന്ന ആ സ്നേഹം, ആ തന്റെ ഗുരുവിനോട് അവൾ പുലർത്തിയിരുന്ന ആ വാത്സല്യം, ഇതൊക്കെ ഈ വാക്കുകളില് നമുക്ക് കാണാൻ കഴിയും. നമുക്കറിയാം, നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു, യേശു താനൊരു മനുഷ്യനല്ല,
എന്ന് മനസ്സിലാകുന്നതിന് വേണ്ടി അവർക്ക് പല രൂപത്തിലും വേഷത്തിലും പ്രത്യക്ഷനായി. അതിന്റെ ഒരു ദൃഷ്ടാന്തമാണിത്. അപരിചിതമായ വേഷത്തിലും രൂപത്തിലുമാണ് അപ്പോൾ യേശു അവിടെ വന്നത്. പക്ഷേ അവന്റെ ശബ്ദത്തിന് യാതൊരു മാറ്റവുമില്ലായിരുന്നു. അവൾക്ക് നന്നായി അറിയാവുന്ന അവന്റെ ശബ്ദത്തിൽ അവളുടെ പേര് മാത്രം ഉച്ചരിച്ചുകൊണ്ട് അവൻ സ്വയം വെളിപ്പെടുത്തുകയാണ്. ഒരു നിമിഷം കൊണ്ട് അവളുടെ മനസ്സിൽ സത്യം മിന്നിമറയുകയും അവൾ കരയുകയും ചെയ്തു. അവൾ എന്താണ് വിളിച്ചത്? റബ്ബോനി എന്ന് വിളിക്കുകയാണ്. അതിന്റെ അർത്ഥം ഗുരു എന്നാണ്. യോഹന്നാൻ 20:16 നമുക്ക് കാണാം. യേശു അവളോട് മറിയയെ എന്ന് പറഞ്ഞു. അവൾ തിരിഞ്ഞു എബ്രായ ഭാഷയിൽ റബ്ബൂനി എന്ന് പറഞ്ഞു. അതിനു ഗുരു എന്നർത്ഥം. മറിയയെ പോലെ നമ്മോടൊപ്പം ചിലപ്പോൾ നമ്മുടെ ഹൃദയങ്ങളില് ദുഃഖം നിറയുന്നു. കർത്താവ് നമുക്കായി നൽകുന്ന സന്തോഷത്തിന്റെയും ശാശ്വതമായ അനുഗ്രഹത്തിന്റെയും ആ ഒഴുക്ക് പലപ്പോഴും നമ്മൾ കാണുന്നില്ല. ദൈവം നമ്മളെ എപ്രകാരം പരിപാലിക്കുന്നു, എപ്രകാരം വഴി നടത്തുന്നു എന്നുള്ള കാര്യം പലപ്പോഴും നമ്മൾ വിസ്മരിച്ചു പോകുന്ന ഒരു കാര്യമാണ്. പലപ്പോഴും നമ്മൾ അറിയാതെ നമ്മൾ ചിരപരിചിതമായിട്ട് ദൈവത്തിൽ നിന്ന് എന്തുമാത്രം അനുഗ്രഹങ്ങളാണ് ഓരോ ദിവസവും കൈക്കൊള്ളുന്നത്. നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ജീവനും ശ്വാസവും സകലവും തരുന്നവൻ എന്ന നിലയിൽ ദൈവത്തെ നമ്മൾ കാണുകയാണ്. സർവകൃപാലുവായ ദൈവം, അനുപമ കൃപാനിധിയായ ദൈവം, ആ ദൈവത്തെ നമ്മൾ ദിവസവും അനുഭവിച്ചറിയുകയും അവനിൽ നിന്ന് ധാരാളം നന്മകൾ നമ്മൾ സ്വീകരിക്കുന്നുണ്ട്. ദുഃഖങ്ങളൊക്കെ പലപ്പോഴും ഉണ്ടാകുമ്പോൾ പലപ്പോഴും നമ്മൾ ഈ കാര്യങ്ങളൊക്കെ മറന്നുപോകും. ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കുന്ന കാര്യം നമ്മൾ പലപ്പോഴും വിട്ടുപോകും. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ മനസ്സ് കലങ്ങിപ്പോകാറ്. ഇവിടെയൊക്കെ ദൈവത്തിൽ നിന്നുള്ള നന്മകൾ, അവന്റെ വാഗ്ദത്തങ്ങൾ, അവയിലുള്ള പ്രത്യാശ നമ്മളെ ബലപ്പെടുത്തണം. അപ്പോൾ നാം അവന്റെ ശബ്ദവും അവന്റെ വചനവും കേൾക്കുകയും സത്യത്തെ വിലമതിക്കുകയും ചെയ്യും. ഗുരുവിനെ അറിയുന്ന എല്ലാവർക്കും അവന്റെ വചനവും അവന്റെ ശബ്ദവും ശരിക്കും അറിയാം. അത് അവൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു, ഞാൻ അവയെ അറിയുന്നു, അവ എന്നെ അനുഗമിക്കുന്നു. യോഹന്നാൻ 10:27. ഞാൻ അവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു. എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു, ഞാൻ അവയെ അറിയുന്നു, അവ എന്നെ അനുഗമിക്കുന്നു. കർത്താവ് പറയാണ്, ഞാൻ നല്ല ഇടയനാകുന്നു. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് ക്രിസ്തു നമ്മളെ ഒരു ഇടയനായി ഇരുന്നു കൊണ്ട് ആ പച്ചയായ മേൽച്ചിൽപ്പുറങ്ങളിലൂടെ നടത്തുന്നത്? സ്വച്ഛതയുള്ള വെള്ളത്തിനരികത്തേക്ക് നമ്മളെ നടത്തുന്നത്? അവന്റെ പരിപാലന ദിവസവും നമ്മൾ മനസ്സിലാക്കുന്നു. അവന്റെ ശബ്ദം നാം ദിവസവും കേൾക്കുന്നു. ദൈവത്തോട്, അവന്റെ പുത്രനും നമ്മുടെ രക്ഷകനും നാഥനുമായ യേശുവിനോടൊക്കെ നമുക്ക് ദിവസവും സംസാരിക്കാൻ കഴിയുന്നുണ്ട്. അവര് പറയുന്നതൊക്കെ കേൾക്കാൻ നമ്മൾ ചെവി കൊടുക്കാറുണ്ടോ? അതിനുവേണ്ടി കാത്തിരിക്കാറുണ്ടോ? ദൈവം നമ്മളോട് സംസാരിക്കുന്നുണ്ട്. ദൈവം നമ്മളോട് നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നുണ്ട്. അത് മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. എന്നാൽ മാത്രമേ കപട ഇടയന്മാരുടെ ശബ്ദങ്ങളിൽ നിന്ന്
നമുക്ക് സ്വതന്ത്രരായിരിക്കാൻ കഴിയുകയും ക്രിസ്തുവിനെ അറിയുമ്പോൾ, അവന്റെ പിന്നാലെ നാം നടക്കുമ്പോൾ, അവന്റെ ശബ്ദം കേൾക്കുമ്പോൾ അത് തിരിച്ചറിയുന്നവരായി, അതിനെ വിലമതിക്കുന്നവരായി നമ്മൾ മാറണം. ഈ ലോകത്ത് വേറെ അനേകം ഇടയന്മാരുണ്ട്. നാമധേയ ക്രൈസ്തവ സഭകളിലേക്ക് നോക്കിയാൽ വേറെ ധാരാളം ഇടയന്മാരെ കാണാൻ കഴിയും. ഇനിയും ലൗകികമായി നോക്കിയാൽ വേറെ ധാരാളം ഇടയന്മാരുണ്ട്. അവരുടെ ശബ്ദങ്ങൾക്കല്ല നമ്മൾ ചെവി ചായ്ക്കേണ്ടത്, ക്രിസ്തുവിന്റെ ശബ്ദത്തിനാണ്. ഇപ്പോ ഇവിടെ നമ്മള് മനസ്സിലാക്കുക, ഈ സന്ദർഭത്തില് മഗ്ദലന മറിയത്തോട് കർത്താവ് പറയുന്നുണ്ട്, ഞാൻ ഇതുവരെ കയറിപ്പോയിട്ടില്ല. അപ്പൊ മറിയ കർത്താവാണെന്ന് അറിഞ്ഞപ്പോൾ അവൾക്ക് അടക്കാനാവാത്ത സന്തോഷമുണ്ടാവുകയും അവൾ ഉടനെ വീണ് അവന്റെ കാൽപാദങ്ങളിൽ മുറുകെ പിടിക്കുകയാണ്. അവളുടെ ഒരു ചിന്തയെന്ന് പറയുന്നത് ഇതൊരുപക്ഷെ സത്യമാണോ, അവൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇതൊരു ദർശനമാണ്, ഇത് കടന്നുപോകും, ഇനി ഞാൻ എൻ്റെ കർത്താവിനെ കാണുകയില്ല, ഞാൻ അവനെ മുറുകെ പിടിക്കും, അവൻ എവിടെയാണോ അവിടെ ഞാനും ഉണ്ടായിരിക്കണം എന്നൊക്കെ അവള് അങ്ങനെ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടാവണം. എന്നാൽ യേശു മറ്റൊരു കാര്യം അവളെ പഠിപ്പിക്കുകയാണ്. ആ പാഠം നമുക്കും പഠിക്കാവുന്ന ഒരു പാഠം തന്നെയാണ്, നല്ലൊരു പാഠമാണ്. കർത്താവ് എന്താണ് പറയുന്നത്? ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. യോഹന്നാൻ 16:7. എന്നാൽ ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഇത് കർത്താവ് തന്റെ ശിഷ്യന്മാരോട് മുൻപ് കൂട്ടി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതവന് അവളെ ഓർമ്മിപ്പിക്കുക. പിന്നെ എന്തിന് അവൾ അവനെ തടഞ്ഞു വെക്കണം? അവൾക്ക് പഠിക്കാൻ ഇനിയും പാഠങ്ങൾ ഉണ്ടായിരുന്നു. കർത്താവിനോടൊപ്പം പോകാൻ അവൾക്ക് കഴിയുമായിരുന്നില്ല. രാജ്യത്തിന്റെ അനുഗ്രഹങ്ങൾക്ക് യോഗ്യയായി തീരുന്നതിനും അതിനവളെ ഒരുക്കുന്നതിനും അവളുടെ സ്വഭാവത്തെ കൂടുതൽ വളർത്തിയെടുക്കുന്നതിനും ഉള്ള അനുഭവ പാഠങ്ങൾ അവൾക്ക് ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. അവൾ പല കാര്യങ്ങളും ഇനിയും പഠിക്കണം. അവള് കീഴ്പ്പെടാൻ പഠിക്കണം. അവനിൽ ആശ്രയിക്കാൻ പഠിക്കണം. മാത്രമല്ല, അവനിൽ വിശ്വസിക്കുന്നവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. അങ്ങനെ വ്യാപരിപ്പിക്കുവാൻ അവന് കഴിയുമെന്ന തിരിച്ചറിവ് അവൾക്കുണ്ടാവണം. അപ്പോസ്തലന്മാർക്കായിട്ട് നമ്മുടെ കർത്താവ് മറിയയ്ക്ക് ഒരു സന്ദേശം നൽകുകയാണ്. അവൾക്ക് അവന് സേവനം ചെയ്യാൻ കഴിയും. തന്റെ പിതാവിന്റെ അടുത്തേക്ക് കയറുന്നത് വരെ തനിക്ക് അനുഗ്രഹങ്ങൾ നൽകാനാവില്ലെന്ന് യേശുവിന് അറിയാമായിരുന്നു. യേശുവിന്റെ മരണത്തെയും പുനരുത്ഥാനത്തെയും കുറിച്ച് നമ്മളും കേട്ടിട്ടുണ്ട്. കൂടാതെ അവനിലൂടെയുള്ള ദൈവകൃപയെക്കുറിച്ച് നാം പഠിച്ചു. അങ്ങനെയാണെങ്കിൽ കേൾക്കാൻ ചെവിയുള്ള എല്ലാവരിലേക്കും ആ സന്ദേശം എത്തിക്കുക എന്നത് നമ്മുടെ ഒരു പദവിയാണ്. അപ്പൊ അവിടെ മറിയോട് പറയുന്നുണ്ട്, എന്നെ തൊടരുത്, എന്തെന്നാൽ ഞാൻ ഇതുവരെ എൻ്റെ പിതാവിന്റെ അടുക്കൽ കയറിപ്പോയില്ല. എങ്കിലും നീ എൻ്റെ സഹോദരന്മാരുടെ അടുക്കൽ ചെന്ന് എൻ്റെ പിതാവും നിങ്ങളുടെ പിതാവും എൻ്റെ ദൈവവും നിങ്ങളുടെ ദൈവവും
ആയവന്റെ അടുക്കൽ ഞാൻ കയറിപ്പോകുന്നു എന്ന് അവരോട് പറയുക. ഇതിനകത്ത് കുറച്ച് പാഠങ്ങളുണ്ട് ഈ പറഞ്ഞതിനകത്ത്. അപ്പോസ്തലന്മാരെ അറിയിക്കാൻ മറിയ വഴി നമ്മുടെ കർത്താവ് നൽകുന്ന സന്ദേശം, നമ്മുടെ കർത്താവിന്റെ പ്രഖ്യാപനമാണിത്. എന്ത്? നീ എന്റെ സഹോദരന്മാരുടെ അടുക്കൽ ചെന്ന് എന്റെ പിതാവും നിങ്ങളുടെ പിതാവും എന്റെ ദൈവവും നിങ്ങളുടെ ദൈവവുമായവന്റെ അടുക്കൽ ഞാൻ കയറിപ്പോകുന്നു എന്ന് അവരോട് പറയുക. അവൻ മരിച്ചപ്പോഴ് സ്വർഗത്തിലേക്കല്ല, മരണാവസ്ഥയിലേക്ക് ആയിരുന്നു അവൻ പോയത്. മരണാവസ്ഥയിലേക്കാണ് അവൻ പോയത്. അവൻ ശവകുടീരത്തിലായിരുന്നു എന്ന വസ്തുത അവിടെ ഊന്നിപ്പറയുകയാണ്. ഒരു പാഠം അതാണ്, മനസ്സിലാക്കേണ്ട ഒരു വസ്തുത അതാണ്. ഞാൻ മരണശേഷം ഉടനെ സ്വർഗത്തിൽ പോയില്ല, ഞാൻ മരണാവസ്ഥയിലായിരുന്നു. ആ ഒരു സത്യം ഇവിടെ പഠിപ്പിക്കുകയാണ്. ആരോട് പറയാൻ? മറിയോട് പറഞ്ഞു ഏൽപ്പിക്കുകയാണ്, തൻ്റെ സഹോദരന്മാരോട്. എന്റെ സഹോദരന്മാരോട് പറയാനാ പറഞ്ഞു. അപ്പോസ്തലന്മാരെ, തന്റെ ശിഷ്യന്മാരെ കർത്താവ് സഹോദരന്മാരെന്നാണ് വിളിക്കുന്നത്. അപ്പോ യേശു നമ്മുടെ ജ്യേഷ്ഠ സഹോദരനാണെന്നും പിതാവിന്റെ സന്നിധിയിലേക്കും ദൈവത്തെ സ്നേഹിക്കുന്ന എല്ലാവർക്കും വേണ്ടി സംവരണം ചെയ്തിരിക്കുന്ന മഹത്വത്തിലേക്കും നമ്മുടെ മുന്നോടിയായി അവൻ പോകുന്നു എന്നവിടെ ഊന്നിപ്പറയുകയാണ്. ഞാൻ നിങ്ങൾക്ക് മുമ്പായി പോകുന്നു, ഞാൻ പോയാലേ നിങ്ങൾക്ക് പ്രയോജനമുള്ളൂ, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നു. അപ്പൊ ദൈവത്തിന്റെ സന്നിധിയിലേക്ക്, സ്വർഗത്തിലേക്ക്, പിതാവിന്റെ അടുക്കലേക്ക് കർത്താവ് കയറിപ്പോകുന്നത് നമുക്ക് സ്ഥലമൊരുക്കുവാനാണ്. അവൻ പോയാൽ മാത്രമേ നമുക്ക് പ്രയോജനമുള്ളൂ. അപ്പൊ ഇവിടെ പിതാവായ ദൈവം തന്റെ പിതാവാണ്, തന്റെ ദൈവമാണ്. അതുപോലെ തന്നെ അവൻ നിങ്ങളുടെ ദൈവമാണ്, നിങ്ങളുടെ പിതാവാണ്. നമ്മൾ സഹോദരന്മാരാണ്. ഈ ഒരു വലിയ സന്ദേശം മറിയ മുഖാന്തരം അപ്പോസ്തലന്മാരെ അറിയിക്കാൻ കർത്താവ് ഏൽപ്പിക്കുകയാണ്. ദുർഘടമായ ഇടുങ്ങിയ വഴിയിൽ എന്ത് വില കൊടുത്തും യേശുവിന്റെ കാൽച്ചുവടുകളെ പിന്തുടരുവാൻ അവർ സന്നദ്ധരായിരിക്കണം എന്ന ഒരു ധൈര്യം കൂടി അവർക്ക് നൽകുകയാണ്. പുനരുദ്ധാനത്തെ സംബന്ധിച്ച്, ഉയർത്തെഴുന്നേൽപ്പിനെ സംബന്ധിച്ച് അപ്പോസ്തലൻ പറയുന്ന ഒരു കാര്യമുണ്ട്. അത് വിതയ്ക്കപ്പെടുന്നു, അത് ഉയർക്കുന്നു. വിതയ്ക്കപ്പെട്ടത് ഉയർക്കുന്നു. സഭയുടെ പുനരുത്ഥാന പ്രകൃതി മാറ്റത്തെ സംബന്ധിച്ച് പൗലോസ് അപ്പോസ്തലൻ നൽകുന്ന ഒരു പാഠമാണ്. 1 കൊരിന്ത്യർ 15-ാം അധ്യായം 43-44 വാക്യങ്ങൾ. അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു, തേജസ്സിൽ ഉയർക്കുന്നു. ബലഹീനതയിൽ വിതയ്ക്കപ്പെടുന്നു, ശക്തിയിൽ ഉയർക്കുന്നു. പ്രാകൃത ശരീരം വിതയ്ക്കപ്പെടുന്നു, ആത്മിക ശരീരം ഉയർക്കുന്നു. പ്രാകൃത ശരീരം ഉണ്ടെങ്കിൽ ആത്മിക ശരീരവുമുണ്ട്. എന്താണ്? സഭയുടെ പുനരുത്ഥാന മാറ്റത്തെ കുറിച്ചാണ്, പ്രകൃതി മാറ്റത്തെ കുറിച്ചാണ് ഇവിടെ അപ്പോസ്തലൻ പറയുന്നത്. അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു, തേജസ്സിൽ ഉയർക്കുന്നു. ബലഹീനതയിൽ വിതയ്ക്കപ്പെടുന്നു, ശക്തിയിൽ ഉയർക്കുന്നു. പ്രാകൃത ശരീരം വിതയ്ക്കപ്പെടുന്നു, ആത്മീക ശരീരം ഉയർക്കുന്നു. പ്രാകൃതം എന്ന് പറയുന്നാൽ നാച്ചുറൽ എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. നമ്മൾ സാധാരണ പറയുന്ന പ്രാകൃതം എന്നുള്ള അർത്ഥത്തിലല്ല. അതൊരു ഒരു ഒരു എന്താ
ഒരു അർത്ഥപ്രതീതി ജനിപ്പിക്കുന്ന ഒരു പദം കൂടി ആയിട്ട് നമ്മുടെ പ്രയോഗത്തിൽ ഇപ്പോഴുണ്ട്. നാച്ചുറൽ ബോഡി എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്, പ്രാകൃത ശരീരം എന്ന് പറയുന്നത്. അപ്പൊ പ്രാകൃത ശരീരം ഉണ്ടെങ്കിൽ ആത്മീയ ശരീരവും ഉണ്ട്. നമ്മുടെ സ്വാഭാവികമായ ഈ ജഡ ശരീരം ഉള്ളതുപോലെ ആത്മശരീരവും ഉണ്ട് എന്ന് പറയുക. പല ക്രൈസ്തവ സഭകളും പഠിപ്പിക്കുന്നത് ആത്മാവിന് ശരീരമില്ലെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ആത്മശരീരം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് അവർക്കില്ല. ദൈവം അരൂപിയാണ് എന്ന് പറയുന്നത് രൂപമില്ലാത്തവനാണ് എന്നുള്ള അർത്ഥത്തിലും. അപ്പൊ ഇവിടെ സഭയുടെ പുനരുത്ഥാനം, ആ പുനരുത്ഥാനത്തെ കുറിച്ച് എന്താണ് പറയാറ്? ഒന്നാമത്തെ പുനരുത്ഥാനം എന്ന് പറയും. ഒന്നാമത്തെ പുനരുത്ഥാനത്തിന്റെ ഭാഗമാണ് സഭയുടെ പുനരുത്ഥാനം. അപ്പൊ ഇവിടെ സഭയുടെ പുനരുത്ഥാനത്തെ കുറിച്ചാണ് പറയുന്നതെന്ന് പറഞ്ഞു. അത് നമ്മുടെ കർത്താവിന്റെ പുനരുത്ഥാനം അങ്ങനെ തന്നെയാണ്. എന്താണ് വിതയ്ക്കപ്പെട്ടത്? എന്താണ് ഉയർത്തത്? അത് നമ്മുടെ കർത്താവിന്റെ ആത്മാവ് അല്ലെങ്കിൽ അവന്റെ അസ്തിത്വമാണ് എന്ന് നമുക്ക് ഉത്തരം പറയാം. അവന് 30 വയസ്സുള്ളപ്പോൾ അവൻ പൂർണ്ണ മനുഷ്യനായിരുന്നു, പാപികളോട് വേർപെട്ടവനായിരുന്നു. സ്നാനത്തിൽ അവൻ തന്നെ സമർപ്പിച്ചപ്പോൾ പരിശുദ്ധാത്മാ ഉൽപാദനം പ്രാപിക്കുകയും അവൻ പുതിയ സൃഷ്ടിയായി തീരുകയും ചെയ്തു. പുതിയ സൃഷ്ടി, സകലത്തിന്റെയും അവകാശി, മഹാപുരോഹിതൻ, ഇങ്ങനെയൊക്കെ കർത്താവിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. മഹാപുരോഹിതൻ എന്ന് പറഞ്ഞാൽ ബലി അർപ്പിക്കാനുള്ള പദവിയാണ്. ഇതൊക്കെ നമ്മുടെ കർത്താവിനുണ്ടായിരുന്നു. അവൻ പുതിയ സൃഷ്ടിയായിരുന്നു, അവൻ സകലത്തിന്റെ അവകാശിയായിരുന്നു, അവൻ മഹാപുരോഹിതനായിരുന്നു. അവൻ ബലി അർപ്പിച്ചത് തന്റെ തന്നെ ശരീരമാണ്. അവന്റെ ബലിവസ്തു എന്ന് പറയുന്നത് അവൻ തന്നെയായിരുന്നു. തന്റെ സ്നാനത്തിൽ പിതാവിനോട് താൻ ചെയ്ത ഉടമ്പടി, തന്റെ ഭൗമിക പ്രകൃതി, തന്റെ ജഡം, അത് അവൻ ബലിയർപ്പിച്ചു. അവൻ കാൽവരിയിൽ തന്റെ യാഗവേല പൂർത്തീകരിച്ചു. ഇപ്പൊ നേരത്തെ നമ്മൾ മനസ്സിലാക്കിയതുപോലെ 3 ദിവസം അവൻ മരിച്ച അവസ്ഥയിലായിരുന്നു, അല്ലെങ്കിൽ മരണാവസ്ഥയിലായി. അത് തന്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചു. അവർക്കത് മനസ്സിലാകുന്ന നിലയിലുള്ള ചില പാഠങ്ങളൊക്കെ അവർക്ക് കൊടുത്തു, ദൃഷ്ടാന്തങ്ങൾ കൊടുത്തു. അപ്പൊ 3 ദിവസം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 24 മണിക്കൂർ വരുന്ന 3 ദിവസമല്ല. അത് 3 ദിവസത്തെ സ്പർശിച്ചു നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ അവന്റെ പുനരുത്ഥാന നിമിഷം വന്നപ്പോൾ യഹോവ തന്റെ ശക്തിയാൽ അവനെ ഉയർപ്പിച്ചപ്പോൾ അവൻ ബലിയർപ്പിച്ച ജഡത്തെ അല്ല, മറിച്ച് പുതിയ സൃഷ്ടിയെയാണ് അപ്പസ്തോലൻ അത് എന്ന് പരാമർശിക്കുന്നു. പുതിയ സൃഷ്ടിയാണ് പുനരുത്ഥാനത്തില് ജനിക്കുന്നത്. പുതിയ സൃഷ്ടിയുടെ ജനനം സംഭവിക്കുന്നത് പുനരുത്ഥാനത്തിലാണ്. അപ്പൊ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റത് അവൻ ജഡത്തിലല്ല, ജഡശരീരിയായിട്ടല്ല, ആത്മശരീരിയായിട്ടാണ്. അവൻ ഉയർത്തെഴുന്നേറ്റത് അമർത്യനായിട്ടാണ്. അമർത്യത എന്ന് പറയുന്നത് നമുക്കറിയാം, മരണമില്ലാത്ത അവസ്ഥയാണ്.
ഡെത്ത് പ്രൂഫ് കണ്ടീഷൻ, മരണം തീണ്ടാത്ത അവസ്ഥ. ദൈവത്തിന് ആ അമർത്യതയുണ്ട്. ആ അമർത്യത തന്റെ പുത്രന് നേരത്തെ അവൻ വാഗ്ദത്തം ചെയ്തിരുന്നു. ദൈവത്തിന് തന്നിൽ തന്നെ ജീവനുള്ളതുപോലെ പുത്രനും തന്നിൽ തന്നെ ജീവനുള്ളവനാകുമാറ് വരം നൽകി. ആ ഒരു വാഗ്ദത്തം ദൈവത്തിൽ നിന്ന് അവനുണ്ടായിരുന്നു. ദൈവത്തിന്റെ പദ്ധതി എന്താണ്, ദൈവത്തിന്റെ നിർണയം എന്താണ് എന്ന് കർത്താവ് നന്നായി മനസ്സിലാക്കുകയും ആ കാര്യത്തിൽ അങ്ങേയറ്റം വിശ്വസ്തനായിരുന്നു കൊണ്ട് ദൈവത്തിന്റെ ആ പദ്ധതി നിറവേറ്റുകയും ചെയ്യും. അതിന്റെ പ്രതിഫലം എന്നുള്ള നിലയിൽ ദൈവം അവനെ ഉയർപ്പിച്ചു, അവന് മാനമഹത്വങ്ങൾ നൽകി. അവൻ അമർത്യ പ്രകൃതിയിലേക്ക് അവൻ ഉയർത്തെഴുന്നേറ്റു. അവൻ ഉയർത്തെഴുന്നേറ്റപ്പോൾ പുതിയ സൃഷ്ടിയാണ് അവിടെ ജനിക്കുന്നത്. നമ്മള് സങ്കീർത്തനത്തിൽ വായിക്കുന്നു, ഇവനെന്റെ പുത്രൻ, ഇവനെ ഞാൻ ജനിപ്പിച്ചിരിക്കുന്നു. അത് ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തെ സംബന്ധിച്ചുള്ള വാക്യമാണ്. അപ്പൊ ഇവിടെ അത് അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു, തേജസ്സിൽ ഉയർക്കുന്നു. ബലഹീനതയിൽ വിതയ്ക്കപ്പെടുന്നു, ശക്തിയിൽ ഉയർക്കുന്നു. പ്രാകൃത ശരീരം വിതയ്ക്കപ്പെടുന്നു, ആത്മീയ ശരീരം ഉയർക്കുന്നു. അപ്പൊ അത് വിതയ്ക്കപ്പെടുന്നു, അത് ഉയർക്കുന്നു എന്ന് പറയുമ്പോൾ അത് എന്ന് പറയുന്നത് അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നത് എന്താണ്? ദുഷ്ടന്മാരും സമ്പന്നന്മാരും അപമാനത്തിൽ ജഡത്തിൽ കുഴിച്ചിടപ്പെട്ടു. എന്നാൽ കർത്താവിനെ സംബന്ധിച്ച് അത് മൂന്നാം ദിവസം മഹത്വം, മാനം, മരണമില്ലായ്മ, അമർത്യത, അതിലേക്ക് ദിവ്യ പ്രകൃതിയിലേക്ക് അവൻ ഉയർപ്പിക്കപ്പെടുകയാണ്. പുതിയ സൃഷ്ടി പൂർണ്ണമായി കഴിയുമ്പോൾ പുതിയ ശരീരം നൽകപ്പെടുന്നു. അതാണ് ആത്മശരീരം എന്നിവിടെ സൂചിപ്പിക്കുന്നു. അപ്പൊ കർത്താവ് ജഡത്തിലായിരുന്നപ്പോൾ അവനില് രണ്ട് ജീവികളുണ്ടായിരുന്നു. അതുപോലെ കർത്താവിന്റെ ജനമെല്ലാം, അവന്റെ ശരീരം സഭയെ സംബന്ധിച്ച് പറയുമ്പോൾ, ആത്മോത്പാദനം പ്രാപിച്ചവരെ സംബന്ധിച്ച് പറയുമ്പോൾ അവരൊക്കെ ഒരുതരം ദ്വന്ദ്വ ജീവികളാണ്, ഡ്യുവൽ ബീയിങ്സ്. പുതിയ സൃഷ്ടികൾ എന്ന നിലയിൽ അവർക്കൊരു അസ്തിത്വമുണ്ട്. അതേസമയം അവരുടെ മർത്യ ശരീരങ്ങൾ മരിച്ചതായി എണ്ണപ്പെടുന്നു. മരിച്ചിട്ടില്ല, മരിച്ചതായി എണ്ണപ്പെടുന്നു. അങ്ങനെ രണ്ട് ജീവികൾ, ദ്വന്ദ്വ ജീവികളാണ് നമ്മള് പുതിയ സൃഷ്ടികൾ എന്ന് നമ്മൾ മനസ്സിലാക്കും. അപ്പൊ മർത്യ ശരീരം യഥാർത്ഥത്തിൽ നിർജീവമാകുമ്പോൾ ഒരു പുതിയ ശരീരം, പുനരുത്ഥാന ശരീരം നൽകിക്കൊണ്ട് പുതിയ സൃഷ്ടി പൂർണ്ണത കൈവരിക്കും. നമുക്ക് അപ്പസ്തോലന്റെ വാക്കുകൾ ഓർമ്മിച്ചുകൊണ്ട് അവയെ നമുക്ക് തന്നെ ബാധകമാക്കാം, നമ്മുടെ ജീവിതത്തിൽ തന്നെ അതിനെ പ്രാവർത്തികമാക്കാം. ഫിലിപ്പിയരുടെ ലേഖനം 3-ാം അധ്യായം 8 മുതൽ 11 വരെയുള്ള വാക്യം. അത്രയുമല്ല, എന്റെ കർത്താവായ ക്രിസ്തുയേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം ഛേദം എന്ന് എണ്ണുന്നു. ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും ന്യായപ്രമാണത്തിൽ നിന്നുള്ള എന്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ചു അവനിൽ ഇരിക്കേണ്ടതിനും അവന്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ടു അവനെയും അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെയും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെയും അനുഭവിച്ചറിയേണ്ടതിനും ഇങ്ങനെ വല്ല വിധേനയും
മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണം എന്ന് വെച്ചും ഞാൻ അവന്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ചു ചവറു എന്ന് എണ്ണുന്നു. ഇത് നമ്മുടെ ജീവിതത്തിൽ ബാധകമാക്കി തീർക്കേണ്ട കാര്യങ്ങളാണ് അപ്പോസ്തലൻ ഇവിടെ സൂചിപ്പിക്കുന്നത്. നമ്മുടെ കർത്താവ് നിദ്ര കൊണ്ടവരിൽ ആദ്യ ഫലമായി തീർന്നെങ്കിൽ, നമ്മുടെ കർത്താവ് നിദ്ര കൊണ്ടവരിൽ ആദ്യ ഫലമായി തീർന്നു. നിദ്ര എന്ന് പറഞ്ഞ ഉറക്കമെന്നാണ് വാക്കിനർത്ഥം. അപ്പൊ മരിച്ചവരെ സംബന്ധിച്ച് പ്രത്യാശയുള്ളവർ എന്നുള്ള നിലയിൽ ബൈബിളിന്റെ ഒരു സാങ്കേതിക പദപ്രയോഗമാണ് നിദ്ര എന്നുള്ളത്, ഉറക്കം. ഉറങ്ങുന്നവൻ ഉണരും എന്നാണ് നമ്മുടെ പ്രതീക്ഷ. നമ്മളൊക്കെ രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ രാവിലെ ഉണരും എന്ന് തന്നെ വിചാരിച്ചിട്ടാണ് ഉറങ്ങുക. അതുപോലെ മരിച്ചവരെ സംബന്ധിച്ചും അവർക്കൊരു ഉയർപ്പുണ്ട്, അവർ ഉണരും എന്നുള്ള ഒരു പ്രത്യാശ. അപ്പൊ നമ്മുടെ കർത്താവും ഇപ്രകാരം നിദ്ര കൊണ്ടവനാണ്. ഇല്ലേ? നമ്മുടെ കർത്താവ് നിദ്ര കൊണ്ടില്ലേ? അവൻ മരിച്ചില്ലേ? പക്ഷെ ഇത് തൃത്വവാദികൾക്ക് ഒട്ടും ദഹിക്കാത്ത ഒരു വസ്തുതയാണ്. കാരണം കർത്താവ് ദൈവമാണ്, 3 ദൈവങ്ങളിൽ ഒരാളാണ്. അപ്പൊ ദൈവം മരിക്കുവോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവം മരിക്കത്തില്ല. പിന്നെ കർത്താവ് മരിച്ചതോ? അവൻ മരിക്കുമൊന്നും ആയിരുന്നില്ല. കാരണം കള്ളനോട് പറഞ്ഞിട്ടുണ്ട്, ഇന്ന് നീ എന്നോടുകൂടി പറുദീസയിലിരിക്കും എന്നാണ് കർത്താവ് പറഞ്ഞത്. അപ്പൊ കർത്താവ് പറുദീസയിൽ അല്ലായിരുന്നോ മരിച്ചു കഴിഞ്ഞ്? അപ്പൊ അങ്ങനെ കരുതുന്ന ആളുകളുണ്ട്. കർത്താവ് മരിച്ചു എന്ന് വിചാരിക്കാൻ പറ്റാത്ത, കർത്താവിനോടുള്ള സ്നേഹം കൊണ്ടാണ് കേട്ടോ, കർത്താവിനോടുള്ള ബഹുമാനം കൊണ്ടാണ്. കർത്താവ് ദൈവമാണ്, ദൈവത്തിന്റെ 3 ആളുകളിൽ ഒരാളാണ് എന്നുള്ള ആ ഒരു കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടാണ് ഇത് പറയുന്നത്. ദൈവത്തോട് അല്ല, ക്രിസ്തുവിനോട് ഒട്ടും സ്നേഹം കുറഞ്ഞിട്ടുമല്ല പറയുന്നത്. പക്ഷെ അത് അവനെ അപമാനിക്കലാണെന്ന് അവര് മനസ്സിലാക്കുന്നില്ല. ഇപ്പൊ കർത്താവ് നിദ്ര കൊണ്ടതുപോലെ തന്നെ മറ്റുള്ളവരും നിദ്രയിലാണ്. കർത്താവ് ഉണർത്തപ്പെട്ടുവെങ്കിൽ, മരിച്ചവരിൽ നിന്ന് പിതാവിന്റെ ശക്തിയാൽ ഉയർപ്പിക്കപ്പെട്ടെങ്കിൽ, എല്ലാവരും ഉണർന്ന് ഉയർത്തപ്പെടേണ്ടതല്ലേ? ഈ ഒരു ചോദ്യം വളരെ പ്രസക്തമാണ്. കർത്താവ് മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയായിരുന്നില്ല, മറിച്ച് ദൈവം അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കുകയായിരുന്നു. വേദപുസ്തകം ഇത്രയും വ്യക്തമായും ശക്തമായും പ്രതിപാദിച്ചിരിക്കെ തൃത്വവാദികൾക്ക് ഇത് കാണാൻ കഴിയുകയില്ല. കാരണം ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് ഉരുടാക്കിയിരിക്കുന്നു. തൃത്വവാദികളെ നമ്മൾ അവിശ്വാസികൾ എന്ന് പറഞ്ഞാൽ അവര് പൊറുക്കൂല. ഞങ്ങൾ അവിശ്വാസികളാണെങ്കിൽ പിന്നെ ആരാ വിശ്വാസികൾ എന്നാണ് അവർ ചോദിക്കുക. നമുക്ക് അവരോട് സഹതപിക്കുകയല്ലാതെ വേറെ മാർഗങ്ങളൊന്നുമില്ല. അപ്പൊ ദൈവത്തിന്റെ ശക്തിയാൽ ദൈവം തന്റെ പുത്രനെ മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു. അത് ബൈബിളിൽ പലയിടങ്ങളിലായി നമ്മൾ കാണുന്ന, വായിക്കുന്ന ഒരു വസ്തുതയാണ്. ഇപ്പൊ കർത്താവിനെ കുറിച്ച് പറയുമ്പോൾ അവൻ മരിച്ചവരിൽ നിന്ന് ആദ്യ ഫലമായി എഴുന്നേറ്റു, ഉയർത്തു എന്നാണ് നമ്മൾ വായിക്കുന്നത്. ആദ്യ ഫലം എന്ന് പറയുമ്പോൾ അനന്തര ഫലങ്ങളെ കുറിച്ച്, ശേഷമുള്ള ഫലങ്ങളെ കുറിച്ച് അവിടെ അത് സൂചിപ്പിക്കുന്നു. ആദ്യ ഫലം എന്ന് പറയുന്നിടത്ത് കർത്താവും
അവന്റെ ശരീരമാം സഭയും ഉൾപ്പെടുന്നുണ്ട്. ആദ്യ ഫലം എന്ന വാക്കിൽ കർത്താവും അവന്റെ സഭയിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് തിരുവെഴുത്തുകൾ ചൂണ്ടിക്കാണിക്കും. യാക്കോബ് 1:18 വായിക്കും. നാം അവന്റെ സൃഷ്ടികളിൽ ഒരുവിധം ആദ്യഫലമാകേണ്ടതിനു അവൻ തന്റെ ഇഷ്ടം ഹേതുവായി സത്യത്തിന്റെ വചനത്താൽ നമ്മെ ജനിപ്പിച്ചിരിക്കുന്നു. അപ്പൊ നമ്മളും ആദ്യഫലമായി തീരാൻ അവൻ നമ്മളെ സത്യത്തിന്റെ വചനത്താൽ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. ഒരു ആത്മോത്പാദനം നടക്കുകയാണ്. അങ്ങനെ ക്രിസ്തുവിന്റെ പുനരുത്ഥാനം നമ്മുടെ കർത്താവിന്റെ പുനരുത്ഥാനത്തോടെ ആരംഭിച്ച്, ക്രിസ്തു എന്ന് പറയുമ്പോൾ ക്രിസ്തു ഗണമാണ്, ദി ക്രൈസ്റ്റ്. അതൊരു ഗണമാണ്. ക്രിസ്തു തലയും അവന്റെ സഭ അവന്റെ ശരീരവും എന്ന നിലയിൽ ഒന്നായിട്ടാണ് കണക്കാക്കുക. അതിനെ ക്രിസ്തു എന്നാ പറയുക. അപ്പൊ ക്രിസ്തുവിന്റെ പുനരുത്ഥാനം അത് നമ്മുടെ കർത്താവിന്റെ പുനരുത്ഥാനത്തിൽ ആരംഭിച്ച് അവന്റെ ശരീരമാം സഭയിലെ അവസാനത്തെ അംഗത്തിന്റെ പ്രകൃതി മാറ്റത്തോടെ പൂർത്തിയാവും. അങ്ങനെയാണ് ഒന്നാമത്തെ പുനരുത്ഥാനം പൂർത്തിയാകുക. ഇതുകൊണ്ട് ദൈവത്തിന്റെ പദ്ധതി, ദൈവത്തിന്റെ നിർണയം അവസാനിക്കുന്നില്ല, അത് പൂർത്തീകരിക്കപ്പെടുന്നില്ല. കാരണം സഹസ്രാബ്ദ യുഗത്തിൽ ശേഖരിക്കപ്പെടുന്ന അനന്തരഫലങ്ങൾ, ശേഷിക്കുന്ന ഫലങ്ങൾ, അവയുടെ വിളവെടുപ്പ് ദൈവത്തിന്റെ ഒരു ഉദ്ദേശ്യമാണ്. കൂട്ടത്തിലൊരു സൂചന മാത്രം പറയാം. ന്യായപ്രമാണത്തിലെ പല പെരുന്നാളുകളെ കുറിച്ച് നമ്മൾ പഠിക്കുന്നു. ആദ്യ വിളവെടുപ്പിന്റെ പെരുന്നാളോ, ഇതിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് ചിന്തിക്കാവുന്ന കാര്യങ്ങളാണ്. അപ്പൊ നമ്മുടെ കർത്താവിന്റെ സാന്നിധ്യം 1000 വർഷത്തേക്ക് തുടരും. അവിടെയാണ് ഈ വിളവെടുപ്പ് നടക്കുക. സഹസ്രാബ്ദത്തിലാണ്. അന്ന് ഏറ്റവും അനുകൂലമായ ഒരു സാഹചര്യമാണുള്ളത്. ഇന്നത്തെ പോലെയുള്ള പ്രതിസന്ധികളില്ല. ഇന്നത്തെ പോലെയുള്ള സത്യത്തിന് എതിരെയുള്ള സാത്താന്റെ തന്ത്രങ്ങളില്ല. അന്ന് ലോകത്ത് എത്ര പേർ അറിവിന്റെയും അവസരങ്ങളുടെയും സഹായത്തിന്റെയും അനുകൂലമായ അവസ്ഥയിലാണെന്ന് കണ്ടെത്തുന്നതിന് വേണ്ടി തന്നെ കർത്താവിന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടാവും. ക്രിസ്തുവിന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടാവും. ക്രിസ്തു എന്ന് പറയുമ്പോൾ കർത്താവും അവന്റെ ശരീരമാം സഭയും. അവരാണ് ലോകത്തെ നീതിയിൽ ന്യായം വിധിക്കുന്നത്. അവരാണ് യഥാസ്ഥാപന വേല ചെയ്യുന്നത്. നമുക്കറിയാം, രാജ്യത്തിന്റെ 2 വശങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒന്നതിന്റെ ആത്മീയ വശം, മറ്റേത് ഭൗമിക വശം. ആത്മീയ വശത്ത് കർത്താവും സഭയും മഹാപുരുഷാരവും, അതിന്റെ ഭൗമിക വശത്ത് പുരാതന വീരന്മാർ. ഇന്ന് സത്യത്തിലേക്ക് വരികയും നീതീകരണത്തിന്റെ അവസ്ഥയിൽ മാത്രം നിൽക്കുകയും ചെയ്യുന്ന രാജ്യത്തോട് ഏറ്റവും അടുത്ത ആളുകൾ, ഇവരൊക്കെ കൂടിച്ചേർന്നുകൊണ്ട് സഹസ്രാബ്ദ യുഗത്തില് ലോകത്തെ നീതിയിലേക്ക് വഴി നടത്തും. അന്ന് അങ്ങനെ ഏറ്റവും അനുകൂലമായ സാഹചര്യങ്ങൾ, സഹായകരമായ സാഹചര്യങ്ങൾ, എല്ലാവർക്കും അറിവ് നൽകപ്പെടുന്ന ഒരു കാലഘട്ടം. അതിനെക്കുറിച്ച് യെശയ്യാ പ്രവാചകൻ പറയുന്നത്, സമുദ്രം വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് പോലെ യഹോവയുടെ പരിജ്ഞാനം കൊണ്ട് ഭൂമി നിറയപ്പെട്ടിരിക്കും. ഇന്ന് എല്ലാവർക്കും അറിവുണ്ട്.
നീ യഹോവയെ അറിയുക എന്ന് ആരോടും പറയണ്ട. അങ്ങനെയുള്ള ആ കാലഘട്ടം, അവിടെ പാപത്തിൽ നിന്ന്, മരണത്തിൽ നിന്ന് ഒരു പൂർണ്ണമായ വിമോചനത്തിലേക്ക്, പൂർണ്ണതയിലേക്ക്, വിശുദ്ധിയുടെ പെരുവഴിയിൽ കയറാൻ അവർ സന്തോഷിക്കും. ഒരു ഹൈവേ ഓഫ് ഹോളിനെസ് എന്നാ പറയുക, വിശുദ്ധിயின் പെരുവഴി. 3 വഴികളെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. അതിൽ അവസാനത്തെ വഴിയാണ്. ഇന്നത്തെ വഴി എന്ന് പറയുന്നത് ഇടുക്കവും ഞെരുക്കവുമുള്ള വഴിയാണ്, സത്യം അറിയുന്നവരെ സംബന്ധിച്ച്. എന്നാൽ ലോകത്തിന്റെ മുമ്പില് വളരെ വിശാലമായ ഒരു വഴിയാണുള്ളത്. എന്നാൽ സഹസ്രാബ്ദത്തിൽ തുറക്കപ്പെടുന്ന, ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന, എല്ലാവർക്കുമായി തുറന്നു കൊടുക്കപ്പെടുന്ന വിശുദ്ധിயின் പെരുവഴി ഒരു രാജപാത. അതിലേക്ക് പ്രവേശിക്കാൻ എല്ലാവർക്കും സന്തോഷമായിരിക്കും. ഇതൊക്കെ ക്രിസ്തുവിന്റെ മരണത്തിന്റെയും പുനരുത്ഥാനത്തിന്റെയും സന്തോഷകരമായ അനുഭവമാണ്. അപ്പൊ അവിടെ പുനരുത്ഥാനത്തിലേക്ക് വരപ്പെടുന്നവരെ സംബന്ധിച്ച് അവരെ ക്രിസ്തുവിന്റെ മക്കളായിരിക്കും, ക്രിസ്തുവിന്റെയും സഭയുടെയും മക്കളായിരിക്കും. 2-ാം ആദാമും 2-ാം ഹൗവയും. 1-ാം ആദാമും ഹൗവയും മനുഷ്യവർഗത്തെ പാപത്തിലേക്കും മരണത്തിലേക്കുമാണ് ജനിപ്പിച്ചതെങ്കിൽ 2-ാം മനുഷ്യനായ ആദാമും സഭയും കൂടി മനുഷ്യവർഗത്തെ ജീവനിലേക്കാണ് ജനിപ്പിക്കുക. അതുകൊണ്ടാണ് യെശയ്യാ പ്രവാചകൻ മുൻകൂട്ടി കണ്ടു പറഞ്ഞത്, നിത്യപിതാവ്. ഒരു പരിഭാഷയിൽ അത് വരും കാലങ്ങളിലെ പിതാവെന്നാണ് പരിഭാഷപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ ക്രിസ്തുവിന് അന്ന് ഉള്ള ഒരു നാമധേയമാണ്. അങ്ങനെ പുനരുത്ഥാനത്തില്, സഹസ്രാബ്ദത്തിൽ പുനരുത്ഥാനത്തിലേക്ക് വരപ്പെടുന്നവരൊക്കെ അവന്റെ മക്കളായിരിക്കും. അപ്പൊ ആ കുലീനമായ പുരുഷാരം ദൈവിക പദ്ധതിയുടെ നേരത്തെ പറഞ്ഞ അനന്തര ഫലങ്ങളായിരിക്കും. ആദ്യ ഫലം കഴിഞ്ഞാലുള്ള ഫലമായിട്ടാണ് പറയുക. അവിടെ എല്ലാ ദുഷ്പ്രവർത്തിക്കാരും ഛേദിക്കപ്പെടുമ്പോൾ ഭൂമിയും ആകാശവും ദൈവത്തിന്റെ മഹത്വത്താൽ നിറയപ്പെടും. അപ്പോൾ ദൈവിക പദ്ധതിയുടെ മഹത്തായ പൂർത്തീകരണത്തിനായി സിംഹാസനത്തിൽ ഇരിക്കുന്നവനെയും കുഞ്ഞാടിനെയും സ്തുതിക്കുന്ന ശബ്ദം സ്വർഗത്തിലും ഭൂമിയിലും മുഴങ്ങിക്കേൾക്കും. അത് നമ്മുടെ ശീർഷകം സൂചിപ്പിക്കുന്നത് പോലെ പുനരുത്ഥാനത്തിന്റെ പ്രത്യാശയും അതിൻ്റെ സന്തോഷങ്ങളും എന്ന നിലയിൽ ഈ കാര്യങ്ങളെ നമുക്ക് കാണാൻ കഴിയും. ഗുരുവിൽ നിന്നുള്ള 2 പാഠങ്ങൾ. ക്രിസ്തു നമ്മുടെ ഗുരുനാഥനാണ്. അവൻ നമ്മെ മാതൃകയിലൂടെയും ഉപദേശങ്ങളിലൂടെയും പഠിപ്പിക്കുന്നു. അതിനായി അവൻ ഈ ലോകത്തിൽ വന്ന് നമ്മുടെ ഇടയിൽ വസിച്ചു. അത് അവൻ തൻ്റെ അനുയായികൾ വളർത്തിയെടുക്കേണ്ട എല്ലാ ഗുണങ്ങളും ഫലങ്ങളും പ്രകടിപ്പിക്കാൻ വേണ്ടിയായിരുന്നു. ഇത് അബദ്ധമായി ഒരു വര പോലുമില്ലാത്ത മനോഹരമായ ഒരു ചിത്രം പോലെ. അതുകൊണ്ട് അവന്റെ വചനം ശ്രദ്ധിക്കുന്നതും അവന്റെ മാതൃക അനുകരിക്കുന്നതും അങ്ങനെ അവന്റെ പ്രതിച്ഛായയുമായി നന്നായി പൊരുത്തപ്പെടുന്നതിനും ഈ ശ്രദ്ധ, അവന്റെ വചനത്തിലുള്ള ശ്രദ്ധ വളരെ പ്രധാനമാണ്. അങ്ങനെ ക്രിസ്തുവിന്റെ മറ്റൊരു പകർപ്പായി തീരുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വിഷയത്തിൽ നിന്ന് പിന്മാറും.